ഇരുമ്പിളിയം പഞ്ചായത്ത് പരിസരത്ത് രേഖയുള്ള മണ്ണെടുക്കുന്നത് തടഞ്ഞ് ഒരു കൂട്ടം നാട്ടുകാർ. പരാതിയുമായി സ്ഥലമുടമ. ഇരുമ്പിളിയം പഞ്ചായത്ത് പരിസരത്തെ പെരിങ്ങാട്ടുതൊടിയിൽ അബൂബക്കർ എന്നയാളുടെ സ്ഥലം മണ്ണെടുക്കുന്നതിനു വേണ്ടി എല്ലാ തരത്തിലുമുള്ള രേഖകൾ ഹാജരാക്കി മണ്ണെടുക്കുന്നതിനിടയിൽ ഒരു കൂട്ടം ആളുകൾ വന്ന് തടയുകയാണുണ്ടായത്. എന്നാൽ ഇരുമ്പിളിയം പഞ്ചായത്തിൽ നിന്നും എല്ലാ രേഖകളും റെഡിയാക്കിയതിന് ശേഷമാണ് മണ്ണെടുക്കാൻ ആരംഭിച്ചത്. അതിനാൽ നടപടിയിൽ നിയമലംഘനമൊന്നും ഉണ്ടായിട്ടില്ലെന്ന് മണ്ണെടുക്കുന്ന സ്ഥലമുടമ പറഞ്ഞു. ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്തിന്റെ പരിസരത്ത് പെരിങ്ങാട്ടുതൊടിയിൽ അബൂബക്കർ എന്ന് പറയുന്ന ആളുടെ വസ്തുവിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം മുക്തിയാർ മുഖാന്തരം നൂറുദ്ദീൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ എല്ലാവിധ തരത്തിലുള്ള നിലവിൽ നമ്മളുടെ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റികളിലോ കൊടുക്കാത്ത രേഖകൾ സഹിതം, ഉദാഹരണം എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോടിൻ്റെ സർട്ടിഫിക്കറ്റ്, സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് ഒന്നും ഇത് വളരെ അപൂർവമായിട്ടാണ് സമർപ്പിക്കലുള്ളത്. ആ പേപ്പറുകൾ അടക്കം കൊടുത്തിട്ടാണ് നമുക്ക് പെർമിറ്റ് അനുവദിച്ചിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ റോയൽറ്റി 2,608 രൂപ റോയൽറ്റി അടച്ചിട്ടുണ്ട്. അത് മുഖാന്തരമാണ് നമുക്ക് പഞ്ചായത്ത് സെക്രട്ടറി മണ്ണ് കൊണ്ടുപോകാനുള്ള അനുവാദം തന്നിട്ടുള്ളത്. പക്ഷേ ഇന്ന് ഇരുമ്പിളിയം ഭാഗത്തിൻ്റെ വലിയൊന്ന് പരിസരത്തുള്ള കുറച്ച് ആളുകൾ വന്നിട്ട് JCB നിർബന്ധപൂർവ്വം നിർത്തിച്ചിട്ട് സംഘർഷാവസ്ഥ സൃഷ്ടിച്ച സമയത്ത് ഞാൻ തന്നെ വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ടുകൊണ്ട് അവർ വിളിച്ചു വരുത്തി തൽക്കാലം ഇന്ന് നിർത്തിയിട്ട് നാളെ CA ഓഫീസിലേക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് 10 മണിക്ക്. അതിനുശേഷം നമുക്ക് തുടർ നടപടികൾ സ്വീകരിക്കാമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഭീമമായ ഒരു നഷ്ടം വന്നിട്ടുണ്ട്. തന്നെയുമല്ല, അവിടെ അനീതിയായിട്ട് സ്കൂൾ കുറച്ച് കുട്ടികളിനെ പഠന സമയത്ത് അവർ വിളിച്ചു വരുത്തിയിട്ട് അതിന് ഒത്താശ അധ്യാപകന്മാർ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു നിയമലംഘനമാണ്. പഠിക്കുന്ന കുട്ടികളെ ഇങ്ങനത്തെ ഒരു സമരമുറയിലേക്ക് വിളിച്ചു വരുത്തുകയും പറഞ്ഞയക്കുകയും ചെയ്യുന്നതെന്ന് പറഞ്ഞത് അത് കുട്ടികളുടെ പഠനത്തിനെ ബാധിക്കുന്നതാണ്, അവരെ സമരത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് എന്നുള്ളൊരു വിശ്വാസം കൂടി എനിക്കുണ്ട്. അതിനെതിരെ ഞാൻ നിയമ നടപടിയായിട്ട് പോലീസ് സ്റ്റേഷനിലും ബന്ധപ്പെട്ട അധികാരികൾക്കും പരാതി കൊടുക്കാൻ പോവുകയാണ്. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു JCB, 4 മഹേന്ദ്ര നിസാന്റെ ടിപ്പർ, ഇതൊക്കെ മൊത്തത്തിൽ ഒരു സാമ്പത്തിക നഷ്ടം ഈ സമരം നിർത്തിക്കാൻ വന്ന ആളുകൾ നമുക്ക് വരുത്തിച്ചിട്ടുണ്ട്. അത് വസൂലാക്കേണ്ട നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് എൻ്റെ തീരുമാനം. നിലവിൽ കഴിഞ്ഞ വർഷം പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ സ്ഥലം മണ്ണ് മാറ്റിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഒക്ടോബറൊക്കെ ആയിരിക്കും എന്നാണ് എൻ്റെ ഓർമ്മ. ഫയൽ നോക്കിയാൽ അറിയാം. അവിടെ അവർ ഒരുപാട് അനീതികളും അക്രമങ്ങളും തന്നെ കാണിച്ചിട്ടുണ്ട്. ഈ വസ്തു ദാനമായി കൊടുത്ത ആളുടെ അതിരിലേക്ക് കയറിയിട്ട് ഇരട്ടിയിലധികം മണ്ണ് അവർ എടുത്തിട്ടുണ്ട്. അത് നമ്മളെ സഹായമാണ്. അങ്ങനെ ഞാൻ എടുക്കാൻ ഒരിക്കലും തയ്യാറല്ല. കാരണം നമ്മൾ അവരെടുത്തതിനേക്കാൾ സ്റ്റെപ്പായിട്ടാണ് നമ്മളുടെ ഉപയോഗത്തിനനുസരിച്ചിട്ടുള്ള സ്റ്റെപ്പുകളാക്കിയിട്ട് 2 സ്റ്റെപ്പാക്കിയിട്ട്, അതായത് ഗ്രൗണ്ട് താഴത്തെ സ്റ്റെപ്പും കൂടാതെ 2 സ്റ്റെപ്പാക്കിയിട്ട് എടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ തന്നെയുമല്ല, നമ്മൾ സബ്മിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു പഞ്ചായത്തിലും ഹാജരാക്കാത്ത, അതായത് സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ്, കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ NIT എന്ന് പറയുന്ന കോളേജിൽ നിന്ന് നമ്മൾ ഭീമമായ എമൗണ്ട് പഞ്ചായത്ത് ഫീസ് അടച്ചിട്ടാണ് നമുക്ക് ആ സർട്ടിഫിക്കറ്റ് തന്നിട്ടുള്ളത്. ഇതിന് പെർമിറ്റ് അനുവദിക്കാമെന്ന ഉത്തരവോട് കൂടിയിട്ട് ഇതിൽ കോണ്ടൂർ എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതൊന്നും വളരെ അപൂർവം ആളുകൾ വെക്കുന്ന ഒരു പേപ്പറുകളാണ്. ഞാനതൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് തന്നെ ഇതിൻ്റെ പ്രയാസങ്ങൾ വരരുത് എന്നുള്ള നിലയ്ക്ക് അത്രയും വിശ്വാസയോഗ്യമായിട്ടാണ് പഞ്ചായത്ത് അനുവദിച്ചിട്ടുള്ളത്. സമരക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കൈക്കൂലി കൊടുത്തിട്ടാണ് ഇത് കരസ്ഥമാക്കിയിട്ടുള്ളത് എന്നാണ്. അതൊരിക്കലും അങ്ങനെ സംഭവം എന്നിൽ ഉണ്ടാവാറില്ല. ഇത് മാത്രമല്ല, മറ്റ് ഒരു കാര്യങ്ങൾക്കും കൈക്കൂലി കൊടുക്കുന്നതിന് നിരുത്സാഹപ്പെടുത്തുന്ന ഒരാളാണ് ഞാൻ. അപ്പം ഞാനതിന് തയ്യാറാവലുമില്ല. തന്നെയല്ല, അങ്ങനെ ഇപ്പം എന്താണെന്ന് വെച്ചാൽ അവരെ തെളിയിപ്പിക്കണം. ഈ കൈക്കൂലി കൊടുത്തു എന്നുള്ളതിനും ഒക്കെ നമുക്കൊരു തെളിവാണല്ലോ. തന്നെയുമല്ല, ഇവർ ഏപ്രിൽ മാസത്തിലൊരു സർവകക്ഷി യോഗം കൂടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തന്ന പെർമിറ്റ് മാർച്ച് മാസം 31-ാം തീയതിയാണ് എനിക്ക് തന്ന പെർമിറ്റ് ചെയ്തിട്ടുള്ളത്. ഇവർ സർവകക്ഷി യോഗം കൂടിയിട്ടുള്ളത് ഏപ്രിൽ മാസത്തിലാണ്. അതൊക്കെ പറയുമ്പോൾ ഒരു അർത്ഥശൂന്യമായ വർത്തമാനങ്ങളാണ് അവിടെ വന്ന ആളുകൾ സംസാരിച്ചിട്ടുള്ളത്. അവർക്കെതിരെ തക്കമായ പ്രതിഷേധം എന്നിലുണ്ട്. അതിൻ്റെ നഷ്ടപരിഹാരങ്ങളും വാങ്ങാനുള്ള തീരുമാനത്തിൽ മുന്നോട്ട് പോകുക എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് ഞാൻ ഇപ്പം നിലവിലുള്ള എൻ്റെ സാഹചര്യത്തിൽ മുന്നോട്ട് പോകുന്നത്. അതിനാൽ ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും പഞ്ചായത്തിൽ നിന്നും എല്ലാ രേഖകളും തയ്യാറാക്കി അനുമതി പ്രക്രിയ പൂർത്തിയാക്കിയ ശേഷം മാത്രമാണ് മണ്ണെടുക്കൽ ആരംഭിച്ചതെന്നും പ്രവർത്തനം പൂർണ്ണമായും നിയമാനുസൃതമാണെന്നും നൂറുദ്ദീൻ TP പറഞ്ഞു. ന്യൂസ് ഡെസ്ക് D4 ന്യൂസ്. ജീവിത വിജയത്തിന്റെ കളിയിൽ ഇനി വിധി നിർണ്ണയിക്കുന്നത് അമ്പയർ അല്ല, എംപയർ തന്നെ. എംപയർ കോളേജ് ഓഫ് സയൻസ്. Empire College of Science, Moondal, Kuttipuram, Malappuram.